അതിനിടെ +1 സീറ്റ് പ്രതിസന്ധിയിൽ SFI സമരത്തെ പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. കുറച്ചുനാളായി സമരം ചെയ്യാതെ ഇരിക്കുകയല്ലേ എന്നും സമരം ചെയ്ത് ഉഷാറായി വരട്ടെ എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. വി.എ. ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇന്നിപ്പോൾ മന്ത്രി ചില കണക്കുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കണക്ക് തന്നെയാണ്, പക്ഷേ അതിൽ സീറ്റിന്റെ കുറവുണ്ട് എന്ന് മന്ത്രി ഇന്നിപ്പോൾ നിയമസഭയിൽ സമ്മതിക്കുന്നതാണോ നമ്മൾ കണ്ടത്? ഒപ്പം നാളെ ചർച്ച നടത്താനിരിക്കുകയാണ് സംഘടനകളുമായി. അപ്പോൾ സമരം പിൻവലിക്കണമെന്ന് കൂടി വിദ്യാർത്ഥി സംഘടനകളോട് മന്ത്രി ആവശ്യപ്പെട്ടല്ലോ. അനുജ, ഇതാദ്യമായിട്ടാണ് മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്ന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. 7478 സീറ്റുകളുടെ കുറവ് അലോട്ട്മെന്റ് കഴിഞ്ഞാലും ഉണ്ടാകും. ഇപ്പോൾ ആ 3 ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് വരാനുള്ളത്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കഴിഞ്ഞാലും 7000-ലധികം സീറ്റുകളുടെ കുറവുണ്ടാകും എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയെ സമ്മതിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. വിദ്യാർത്ഥി സംഘടനകൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അധിക ബാച്ച് വേണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഹൈക്കോടതി വിധിയൊക്കെ നിലനിൽക്കുന്നതിനാൽ ഒരു ക്ലാസ്സിൽ അധികം സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ 30%-ലധികം മാർജിനൽ വർധനവ് സർക്കാർ സ്കൂളിൽ നൽകി കഴിഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിൽ 20% നൽകി. വീണ്ടും ആവശ്യപ്പെട്ട എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വർധന വരുത്താൻ സർക്കാരിന് പ്രായോഗികമായി കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അധിക ബാച്ചുകൾ വേണം എന്നുള്ളതാണ് ഇപ്പോൾ നിയമസഭയിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് നടപടി വേണം എന്നുള്ള കാര്യം നാളെ ചേരുന്ന ചർച്ചയിൽ അല്ലെങ്കിൽ നാളെ നടക്കുന്ന ചർച്ചയിലാകും തീരുമാനമെടുക്കുക. ഏതായാലും അനുജ സൂചിപ്പിച്ച പോലെ ഇതുവരെ മലപ്പുറത്ത് നടന്ന സീറ്റുകളുടെ അലോട്ട്മെന്റിന്റെ കണക്ക്, എത്ര പേർ അപേക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അവതരിപ്പിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഈ വിഷയത്തെ നേരിട്ടത്. അനുജ, അതാണിപ്പോൾ നിയമസഭയിൽ മന്ത്രി ചില കണക്കുകൾ പറയുന്നു. സീറ്റിന്റെ കുറവുണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്കും അദ്ദേഹം തയ്യാറായി.